അള്ളാഹു നിങ്ങൾ നടത്തി തരും, ഇനി പേടിക്കണ്ട. എന്നാ നേരം വിളിച്ചാ പറയേണ്ടത്? ഒരു വട്ടെങ്കിൽ ഒരു വട്ടം, ഇനി 3 വട്ടം, ഇനി 7 വട്ടം, 33 വട്ടം, ഇനി 100 വട്ടം ഇഖ്ലാസോടുകൂടി പറയാം. എന്ത്? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശൈനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം, പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട, പേടിക്കണ്ട. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശൈനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം برحمتك استغيث اصلح لي شأني كله ولا تكلني الى نفسي طرفة عين. യാ ഹൈ, പേടിക്കണ്ട, ശൈത്താൻ പായാണ്, പേടിക്കണ്ട. ശൈത്താന്റെ പാച്ചില മുമ്പോട്ട് ചെല്ലിനോടത്ത് നിൽക്കാൻ കഴിയൂല, ഓന്റെ കളക്ക. പേടിക്കണ്ട, ആചാര്യൊക്കെ ഉണ്ടാകണം. ആരൊക്കെ ഉണ്ടാവാൻ നിങ്ങൾ വിചാരിച്ചില്ല. പേടിക്കണ്ട, ആര് പേടിക്കണ്ട, അത് ശൈത്താൻ പായാണ്, ഒരുത്തനെ തലേക്ക് കയറൂല. പേടിക്കണ്ട, അത് ഒഴിഞ്ഞാൽ പോയിക്കോളും, നിങ്ങൾ പേടിക്കണ്ട. ബോധത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അർത്ഥം പറഞ്ഞുതരാം. യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യും ഹയ്യായ ഖയ്യൂമായിട്ടുള്ളവനെ, ബിറഹ്മതിക നിന്റെ റഹ്മത്ത് കൊണ്ട് അസ്തഗീസു ഞാൻ സഹായം ചോദിക്കുന്നു, എനിക്ക് നിന്റെ റഹ്മത്ത് വേണം. ഖയ്യൂം എന്ന ഇസ്മിനെ വിശദീകരിക്കാൻ നമ്മൾ ഖയ്യൂം 3 സ്ഥലത്താണ് ഖുർആനിലുള്ളത്. ഒന്ന് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം 255 അൽ ബഖറ. പിന്നെ ആല ഇമ്രാനിലെ അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം. 3 വഅനതിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം സൂറത്ത് ത്വാഹ 111. അപ്പൊ 3 സ്ഥലത്താണ് ഖുർആനിൽ എന്ത് പറഞ്ഞിട്ടുള്ളത്? അൽ ഹയ്യുൽ ഖയ്യൂം. ഈ 3ന്റെ പ്രത്യേകത എന്താ? ഇസ്മുൽ ആളം. അൽ ഹയ്യുൽ ഖയ്യൂം ഒരുമിച്ച് 3 സ്ഥലത്താണ്. ഒന്ന് അൽ ബഖറ 255 അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ 255 അൽ ബഖറ. 2 അലിഫ് ലാം, എഴുതിക്കണ മക്കളെ, എഴുതിക്കണ മക്കളെ, ശ്രദ്ധിക്കണം. 2 അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. 2 3 ത്വാഹ 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 സൂറത്ത് ത്വാഹ 111 വഅനതിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം. ഈ 3 ആയത്തും ഇസ്മുൽ ആലമുൽ ആയത്താണ്. ഈ 3 ആയത്തും ഭയങ്കര ഫലം പറഞ്ഞ തീരൂല. ഈ 3 സ്ഥലത്തെ ഹയ്യുൽ ഖയ്യൂം ഉള്ളൂ. എന്താണ് ഈ ആയത്തിന്റെ പ്രത്യേകത? വഫീഹൽ ഇസ്മുൽ ആലമു, ഈ ആയത്തിന്റെ ഉള്ളിൽ ഇസ്മുൽ ആലമുണ്ട്. അപ്പോൾ എവിടെയായിരിക്കും ഇസ്മുൽ ആലം ഉണ്ടാവുക? അതായത് ഈ ആയത്തുകളിലെല്ലാം വ്യത്യസ്തമല്ലാത്ത ഒരുമിച്ച് കൂടിയ ആകെയുള്ള പദം അൽ ഹയ്യുൽ ഖയ്യൂമാണ്. അപ്പൊ അതായിരിക്കും ഇസ്മുൽ ആലം. അതുകൊണ്ട് ചിന്തിക്കണം. നെക്സ്റ്റ് അതിന്റെ അപ്പുറത്തേക്ക് പറഞ്ഞു തരാൻ പോവാണ്. എല്ലാം ശ്രദ്ധിക്കണം. 3 സ്ഥലത്താണ് ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. 1 2 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. 2 പിന്നെ അപ്പോ അൽ ബഖറ 255, ആലി ഇമ്രാൻ 2, പിന്നെ ത്വാഹ 111 വഅനതിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം. ഈ 3 ആയത്തുകളിൽ ഇസ്മുൽ ആലം ഉണ്ട്. ഇദാ ദുഇയ ബിഹാ അജാബല്ലാഹ്, അത് വെച്ച് അല്ലാഹുവോട് പറഞ്ഞാൽ ഉത്തരം ഉറപ്പാണ്. ഈ 3 ആയത്തും മനസ്സിലായില്ലേ? എന്തുകൊണ്ട്? അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? യാ ഹയ്യു യാ ഖയ്യൂം. നമ്മളെ മുൻ തലമുറ ഇതില്ലാതെ നടക്കൂല. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. വിലായത്തിന്റെ ആദ്യത്തെ മർത്തബത ദിക്റിലെ, വിലായത്തിന്റെ ദിക്റിലെ ആദ്യത്തെ മർത്തബ കസറത്തു യാ ഹയ്യു യാ ഖയ്യൂം അധികരിപ്പിക്കല. യാ ഹയ്യു യാ ഖയ്യൂം എന്തായർത്ഥം? യാ ഹയ്യു എന്നെന്നും ജീവിച്ചവനെ, ജീവിക്കുന്നവനെ, യാ ഖയ്യൂം എന്തും നിലനിർത്തുന്നവനെ, എന്തിനേയും തന്റെ തീരുമാനമനുസരിച്ച് നിലനിർത്തുന്നവനെ, എന്തിന്റെയും കാര്യങ്ങൾ താൻ ഇച്ഛിക്കുന്ന വിധത്തിൽ കൈകാര്യം ചെയ്ത് നിലനിർത്തുന്നവനെ. അതുപോലെയാണ് ഖയ്യൂം. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം
യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം. എല്ലാ ത്വരീഖത്തുകളിലും ലാസിമായ ദിക്റുകളിൽ ഹയ്യുൽ ഖയ്യൂം കാണാം. എല്ലാ ത്വരീഖത്തുകളിലും ലാസിമായ ദിക്ർ, ത്വരീഖത്തുകാർക്ക് ലാസിമായ ദിക്റുണ്ട്, ഇഖ്തിയാരിയായ ദിക്റുകളുണ്ട്. അതായത് അവർക്ക് ചൊല്ലുകയും ചെയ്യാം, ചൊല്ലാതിരിക്കുകയും ചെയ്യാം. അങ്ങനത്തെ ദിക്റുകളും ഉണ്ട്. നിർബന്ധമായും ചൊല്ലിയിരിക്കണം, അങ്ങനെയുള്ള ദിക്റുകളുമുണ്ട്. തിജാനിയത്തിൽ ഹയ്യുൽ ഖയ്യൂമിന്റെ ദിക്ർ 30 വട്ടമെങ്കിലും 24 മണിക്കൂറിന്റെ ഉള്ളിൽ ഇസ്തിഗ്ഫാറോടുകൂടി ചൊല്ലിയിരിക്കണം. വളരെ ചിന്തിക്കുകയും തിജാനിയ ത്വരീഖത്ത് എനിക്കറിയാവുന്ന കാര്യം പറയണം. ഖാദിരിയത്തിലുണ്ട്, റിഫായത്തിലുണ്ട്, ചിശ്തിയത്തിലുണ്ട്, സുഹ്റവർദിയത്തിലുണ്ട്, നക്ഷബന്ദിയത്തിലുണ്ട്. എവിടെയെല്ലാം എവിടെയുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ലാസിമായ ദിക്റിൽ ഹയ്യുൽ ഖയ്യൂം ഉണ്ട്. മറ്റേ ഇസ്മുകളില്ലാത്ത ഇഷ്ടം പോലെ ഉണ്ട്. മറ്റേ ഇസ്മ അന്നും ഇതിലുണ്ടാവില്ല. ഹയ്യുൽ ഖയ്യൂം ലാസിമായ ദിക്റാണ്. തിജാനിയത്തിൽ 30 വട്ടം ഇസ്തിഗ്ഫാറോട് കൂടി ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഒരു ദിവസം 30 വട്ടം ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. കേറിക്ക് അസ്തഗ്ഫിറുല്ലാഹൽ അളീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഒരു തിജാനിയാകണമെങ്കിൽ അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹുവിന് മുത്ത് റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത അദ്കാറുകളാണ് തിജാനിയത്ത്. അപ്രകാരമുള്ളതാണ് ഖാദിരിയത്ത്, അപ്രകാരമുള്ളതാണ് റിഫായിയത്ത്. ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ വശം അള്ളാഹുവിന്റെ ഹബീബ് തന്നെ കൊടുത്തയച്ചതാണ് പരിശുദ്ധമായ ത്വരീഖത്തിന്റെ ദിക്റുകൾ. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ആ നന്മകൾ നമ്മുടെ നാട്ടിൽ നിലനിർത്തി തരട്ടെ. അതില് തിജാനിയത്തിന്റെ ദിക്റാണ് ഞാൻ ഈ പറഞ്ഞത്. എനിക്ക് പരിചയമുള്ളതും ഇന്നലെ രാത്രി ഞാൻ ചൊല്ലിയതും. എന്താണത്? ഹയ്യുൽ ഖയ്യൂം ഇസ്തിഗ്ഫാറിൽ 30. അസ്തഗ്ഫിറുല്ലാഹൽ അളീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഈ അമൽ കഴിഞ്ഞാൽ ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ്. അതൊരാൾ ആത്മാർത്ഥതയോടെ ചൊല്ലിയാലും അല്ലാഹുവിന്റെ ഹബീബ് മജ്ലിസിൽ വരും എന്ന് ഒരു തിജാനിക്ക്, ഒരു ത്വരീഖത്തുകാരനെ വിശ്വസിക്കൽ നിർബന്ധമാണ്. ആത്മാർത്ഥമായി ചൊല്ലിയ റസൂൽ അവിടെ വരും. അനുഭവത്തിലാണത്. പറഞ്ഞാൽ തീരില്ല. അതാണ് ഹയ്യുൽ ഖയ്യൂം. അതിൽ ഇസ്മുൽ അഅ്ളമുണ്ട്. 3 സ്ഥലത്തെ ഖുർആൻ ഇത് പറയുന്നത്. വളരെ ചിന്തിക്കുക. ആരാണ് ഹയ്യുൽ ഖയ്യൂം? പിന്നെയും വിശദീകരിച്ച തീരൂല. അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കും. ഇന്ന് ഞാൻ നമുക്കൊരു ദിക്ർ പഠിപ്പിച്ചുതരാം. അത് മതിയാവും. ഇന്ന് ഞാൻ മുത്ത് റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകളായ ഫാത്തിമ ഹബീബിക്ക് പഠിപ്പിച്ച ദിക്ർ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. അത് മതിയാവും. ഞാൻ എൻ്റെ ഭാര്യയോട് ഈ കാര്യം ഇന്നലെ രാത്രി പറഞ്ഞു. നാളെ ഈ ദിക്ർ ഞാൻ പഠിപ്പിക്കും. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഇത് നിങ്ങൾ 15 കൊല്ലം മുമ്പ് നിങ്ങളിൽ ക്ലാസ്സിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. 15 കൊല്ലം മുമ്പ് ഒരു ദിവസം നിർബന്ധമായി രാവിലെ വൈകുന്നേരം ചൊല്ലിയിരിക്കണം. പ്രശ്നമൊന്നുമില്ല. ഒക്കെ റബ്ബ് ശരിയാക്കി തരും. ആരാ ശരിയാക്കി തരണ്ട്? അല്ലാഹ്. നമ്മളെ അയൽവാസിയോട് ഒരു കാര്യം പറഞ്ഞു, ഓൻ ലെവലാക്കി തന്നില്ല. പിന്നെ ഓനോട് തെറ്റി നടക്കും. ഓനല്ലേ ലെവലാക്കി തരേണ്ടത്? ആരാ ലെവലാക്കി തരേണ്ടത്? അല്ലാഹ് ഒരാളെ നിയമിക്കും. നാളെ രാവിലെ ഒരു 10,000 രൂപ തരണേന്ന് ഓനോട് പറഞ്ഞു. നോക്കട്ടെ. ഓൻ തന്നില്ല. പിന്നെ ഓനോട് തെറ്റിയെടുക്കും. 10 കൊല്ലം തെറ്റി നടന്നു. അതേ സമയത്ത് രാവിലെ അങ്ങോട്ട് സുബൈക്ക് വിളിച്ചു പറയും, എന്ത് 10 മണിയാകുമ്പോഴത്തേനും ഒരാൾ 10,000 രൂപ നമ്മളെ വീട്ടിലെത്തിച്ചു തന്നു. നിങ്ങൾക്ക് എന്തൊരു ആവശ്യമുണ്ട് നിന്റെ മനസ്സിൽ തോന്നി. എനിക്കിപ്പോൾ അത്യാവശ്യമുള്ള പൈസയല്ല, നിങ്ങൾ ഉപയോഗിച്ചോളി. പിന്നെ ആവശ്യമുള്ള സമയത്ത് തന്നാൽ മതി. ഞാൻ ആവശ്യം ഉണ്ടാകുമ്പോൾ 2 ആഴ്ച മുമ്പ് പറഞ്ഞു. അപ്പൊ നമ്മൾ 10 മണിക്ക് മൊബൈൽ എടുത്തു. അപ്പൊ ഭാര്യ പറഞ്ഞു, അവർ ഉറങ്ങിയിട്ടുണ്ടാവും, വിളിക്കണ്ട. സുബൈസ്കച്ച് ആദ്യം വിളിച്ചു. പിന്നെ പൈസ വേറെ വഴിക്ക് കിട്ടി. വേണ്ടട്ടാ. ആര് ശരിയാക്കി? അല്ലാഹ്. ഹബീബാനും എല്ലാവരും ചൊല്ലിയിരിക്കണം. ഇതിന് അദദില്ല. ഞാൻ ഇന്നലെ രാത്രി ഒരുപാട് സ്ഥലത്ത് അദദ് പരിശോധിച്ചു. ഇക്സാറാണ്, അദദില്ല. നിന്റെ സൗകര്യം അദദില്ല.
നിനക്ക് 3 പതിവാക്കാം, നിനക്ക് 7 പതിവാക്കാം, നിനക്ക് 11 പതിവാക്കാം, നിനക്ക് 33 പതിവാക്കാം. 3 പിന്നൊരു 3 പിന്നൊരു 3. ധൃതി ഇല്ലെങ്കിൽ 3 ഇങ്ങനെ ആവർത്തിക്കുക, അല്ലെങ്കിൽ 7 ആവർത്തിക്കുക. മനസ്സിലായില്ലേ? ഒരുപാട് സ്ഥലത്ത് ഞാൻ നോക്കി, അതത് കാണില്ല. അതതില്ലാത്ത നമുക്ക് അത് നിശ്ചയിക്കാം. ഉദാഹരണം പറയാ, ഹബീബ റസൂലുള്ളാഹി ചില ഇക്സാറാ പറഞ്ഞത്. അക്സിറൂ ബിലാ യാദൽ ജലാലി ഇക്സാറാ. അത് 10 ചെല്ലുന്നതിനേക്കാൾ 11, 11 12. ഇത്ര കുട്ടിയത്തിൽ നല്ലത് രാവിലെ വൈകുന്നേരം ഇത് ചൊല്ലിയിരിക്കാം. ആരോട് പറഞ്ഞു? ആര്? പുണ്യ റസൂൽ ഫാത്തിമ ബീബിയോട് പറഞ്ഞ ഹദീസ് തന്നെയാണ്. ഇമാം നസാഇ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ഹദീസ് ഞാൻ പറയാം. വഖദ് വറദ, ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹുവിന്റെ അൽ ബഹ്റുൽ മദീദിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആദ്യത്തെ ഹയ്യുൽ ഖയ്യൂമിന് വ്യാഖ്യാനം പറയാണ് ഇബ്നു അജീബ് തങ്ങൾ റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ല? ഹയ്യുൽ ഖയ്യൂം ആദ്യമായി ഖുർആനിൽ വരുന്നത് എവിടെയാണ്? ആയത്തുൽ കുർസിയിലല്ലേ? 55-ാമത്തെ ആയത്താണ് ആയത്തുൽ കുർസി, അവിടെയാണല്ലോ വരുന്നത്. അതിന് വ്യാഖ്യാനം പറയാണ് ഇബ്നു അജീബ് തങ്ങൾ. ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ വ്യാഖ്യാനം. വഖദ് വറദ, വാരിദായിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അന്നഹുൽ ഇസ്മുല്ലാഹിൽ അഅളം, ഹയ്യുൽ ഖയ്യൂം എന്നതാണ് അള്ളാഹുവിന്റെ ഇസ്മുൽ അഅളം എന്ന് വന്നിട്ടുണ്ട്. ഇബ്നു അജീബ് തങ്ങൾ പറയുന്നു. ഇസ്മുൽ അഅളം വെച്ച് ദുആ ചെയ്താലോ സഡൻ ആക്ഷൻ ഉണ്ടാവും, ഉത്തരവുറപ്പ. പണ്ഡിതന്മാര് പറഞ്ഞാൽ സ്വീകരിക്കണം എന്നല്ലേ? വലിയ പണ്ഡിതന്മാര് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അറിയാത്തത് അറിവുള്ളവർ പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കണം. ഇതാ പണ്ഡിതന്മാര്. ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു മഹാനവരികൾ പറയാണ്, എന്ത്? വഖദ് വറദ, വന്നിട്ടുണ്ട്. അന്നഹു അൽ ഹയ്യുൽ ഖയ്യൂം, അതാണ് അൽ ഇസ്മുൽ അഅളം, അതാണ് ഇസ്മുൽ അഅളം എന്ന് ഹദീസ് ശരീഫിൽ വന്നിട്ടുണ്ട്. വഖദ് ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു ലി ഫാത്തിമത, തന്റെ പ്രിയപുത്രിയായ ഫാത്തിമ ബീവിയോട് റളിയല്ലാഹു അൻഹാ. എന്താ പറഞ്ഞത്? മാ മനഅകി. ശ്രദ്ധിക്കണേ മക്കളെ, ശ്രദ്ധിക്കണേ, എഴുതിയേക്കണേ. മനസ്സിലായില്ലേ? വഖദ് വറദ അന്നഹു ഇസ്മുൽ അഅളം, ഹയ്യുൽ ഖയ്യൂമാണ് ഇസ്മുൽ അഅളം എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. പിന്നെ വഖദ് ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, പുണ്യ റസൂൽ മുസ്തഫ തങ്ങൾ പറഞ്ഞു ലിബിനതിഹി ഫാത്തിമത, അവരുടെ പുണ്യ റസൂലിന്റെ മുത്തുമോളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ഹബീബ് പറഞ്ഞു. എന്താ പറഞ്ഞത്? മാ മനഅകി അൻ തസ്മഇ മാ ഉസീക ബിഹി തഖൂലീൻ ഇദാ അസ്ബഹതി വഇദാ അംസൈതി. കേൾക്കണേ കുട്ടികളെ, മാ മനഅകി, നിനക്ക് എന്ത് തടസ്സമാണുള്ളത്? മാ മനഅകി, നിനക്ക് എന്ത് തടസ്സമാണ് ഫാത്തിമ? മാ ഉസീബക ബിഹി തഖൂലീന, പറയാൻ വേണ്ടി ഞാൻ നിന്നോട് വസിയത്ത് ചെയ്ത് പറഞ്ഞ കാര്യം പറയാൻ എന്ത് തടസ്സാ ഫാത്തിമ? ഇദാ അസ്ബഹതി, നേരം വെളുത്താലും, വഇദാ അംസൈതി, വൈകുന്നേരമായാലും. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? അത് പറയുന്ന എന്ത് തടസ്സാണ്? ഇത്ര ചെറിയൊരു വാക്കല്ലേ ഫാത്തിമ, അതൊന്ന് പറഞ്ഞൂടെ? മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഹദീസ് അങ്ങനെ തന്നെ എഴുതിയൊക്കെ. ബഹറുൽ മദീദിന്റെ വ്യാഖ്യാനത്തിനാണ് പറയുന്നത്. ഏതായത്തിന്റെ വ്യാഖ്യാനം? അല്ലാഹു ലാ ഇലാഹ, ആയത്തുൽ കുർസിയുടെ വ്യാഖ്യാനത്തിൽ ഇബ്നു അജീബ് തങ്ങൾ രേഖപ്പെടുത്താണ്. എന്താ പറയുന്നത്? വഖദ് വറദ അന്നഹുൽ ഇസ്മുൽ അഅളം, ഹയ്യുൽ ഖയ്യൂമാണ് ഇസ്മുൽ അഅളം എന്ന് വന്നിട്ടുണ്ട്. വഖദ് ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു ബിനതിഹി ഫാത്തിമ, തന്റെ പ്രിയപുത്രിയായ ഫാത്തിമ ബീവിയോട് പറഞ്ഞു. എന്ത്? മാ മനഅകി അൻ തസ്മഇ മാ ഉസീക ബിഹി തഖൂലീന. മാ മനഅകി, നിനക്ക് എന്ത് തടസ്സമാണ് ഫാത്തിമ? എന്തിന്? അന്തസ്മായ, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. മാ ഉസീക ബിഹി, ഞാൻ നിന്നോട് വസിയത്ത് ചെയ്തത്. എന്നിട്ട് തഖൂലീന, അതങ്ങോട്ട് പറയുക. ഇദാ അസ്ബഹതി, നേരം വെളുത്താലും, വഇദാ അംസൈതി, വൈകുന്നേരമായാലും. അത് പറയാൻ എന്ത് തടസ്സാണ് ഫാത്തിമ? അത് പറഞ്ഞാ പോരെ? എന്ത് പ്രശ്നം പിന്നെ ഉണ്ടാവുക? ചെല്ലട്ടെ, പറയട്ടെ. എന്താണ് റസൂൽ പറയുന്നത്? നീ കേട്ടോ, എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് രാവിലെയും വൈകുന്നേരം അതൊന്ന് ചൊല്ല. ഇത്ര മറ്റൊന്ന് നബി പറഞ്ഞില്ല. അത് നിന്റെ താല്പര്യം അനുസരിച്ച് നല്ല സമയം കൂടുതൽ ചൊല്ലിക്കോ. നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മളെന്നെ എണ്ണം നിശ്ചയിക്കും. റസൂലുള്ളാഹിക്ക് നേരം കൊടുത്ത ഫാത്തിമ ഖദീജ ബീവിക്കും ഒരു 7 ഫാത്തിഹ, അങ്ങനെ എല്ലുന്നവരുണ്ട്. ഒരു 3 ഫാത്തിഹ, ഒരു ഫാത്തിഹയെങ്കിലും വലിയ ധൃതിയാണ്, ആയിക്കോട്ടെ, എന്നാലും അത് ചെയ്യും. നിനക്ക് ഇഷ്ടം പോലെ ചെയ്യാം. മനസ്സിലായില്ലേ? എത്ര ആവർത്തിച്ച അത്രയും നല്ലതാണ്. പ്രഭാതത്തിലും പ്രദോഷത്തിലും അത് മതി, വേറൊന്നും വേണ്ട. അത് മതി. അള്ളാഹുവിൽ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് മതി. നിന്റെ കാര്യം നടത്തിത്തരുമാരും അല്ലാഹ്
ഇതിൻ്റെ അടുത്ത് കസ്റ്റമർ കൂടിക്കൊള്ളുന്നില്ല, കാര്യം നടക്കും. എന്തുകൊണ്ട് ഈ കസ്റ്റമർ കുറയേണ്ടതുണ്ട്. ഈ കസ്റ്റമർ കുറഞ്ഞാലേ ഇത് വിൽക്കുള്ളൂ. അപ്പുറത്ത് വേറൊരു പീടിക തുടങ്ങാണ്ട്, അതിൽ തുടങ്ങിയാൽ തന്നെ നേരം വെളുത്താൽ തന്നെ ആയിരക്കണക്കിന് ലാഭം കിട്ടുന്ന പീടിയാണ്. മലപ്പുറം ജില്ലയിൽ ഒരു ആശുപത്രിയുടെ പരിസരത്ത് ഒരാളെ ചായ കച്ചവടം നടത്തിയിരുന്നു. ഇന്നിവിടെ അയാൾ നേരിട്ട് പറഞ്ഞു, കുറച്ച് 10 മുമ്പ് പറഞ്ഞു. എന്നങ്ങനെ കച്ചവടത്തിന് ആവറേജ് അങ്ങനെ ഒത്തുപോകും. അങ്ങനെ കച്ചവടത്തിന് കണ്ടപ്പോൾ ആശുപത്രി പഠിക്കലാണെന്ന് കണ്ടപ്പോൾ പീടികയുടെ മുറിയുടെ ഓണർ അതിന് വാടക വർദ്ധിപ്പിച്ചു. അങ്ങോട്ട് കൂട്ടി, അതിന് സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ എന്നാൽ മതിയാവും. അപ്പം അയാൾക്ക് വലിയ വാടകയ്ക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. അയാൾ പൊരിപ്പോയി, പീടിക കൂട്ടി പൊരയിലിരുന്നു. പൊരയിലിരുന്ന് 1 ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ ആയപ്പോൾ ഭാര്യ ചോദിച്ചു, അല്ല ഇനി എന്താ പരിപാടി? അല്ല ഒന്നുമില്ല, അങ്ങനെ ഇരിക്കാൻ എന്താ പരിപാടി? ആ വാടക കൊടുക്കാൻ കഴിയൂല. 2 ദിവസം കഴിഞ്ഞപ്പോൾ മലപ്പുറത്തുനിന്ന് ഒരു ഹോസ്പിറ്റലിന്റെ മുന്നിൽ നിന്ന് ഒരു ആൾ വിളിച്ചു, ഇവിടെ ഒരു പീടിയുണ്ട്, അത് തുറന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല പൈസ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു വിചാരിച്ചിട്ടുണ്ടാവും ഇയാൾ ആശുപത്രി പഠിക്കൽ മാത്രമേ തുറന്നു. ഇയാൾ എന്നോട് പറയാ 10 മണിയാകുമ്പോഴത്തിന് അവിടെ ഒരു ദിവസം കിട്ടുന്ന ലാഭം 10 മണിയാകുമ്പോഴത്തിന് പെട്ടിയിലായി. കച്ചവടം അങ്ങനെ വരികന്നെ, പിന്നെ നിൽക്കാനോ ഇരിക്കാനോ കഴിയാതെ. അതിന് വേണ്ടിയിട്ടാണ് ആ പീടിയ കൂട്ടിയത്. ഞാൻ കയ്യും ചെല്ലാത്തതുകൊണ്ടല്ല, ഈ പീടിയ കൂട്ടൽ ആവശ്യമാണ്. അപ്പോഴേ ആ പീടിയ ഇറക്കുള്ളൂ. അങ്ങനെയാണ് ചില കാര്യങ്ങൾ. അങ്ങനെയാണ് ഈ ഐസുകാരുണ്ടല്ലോ, പഴയ കാലത്തിന്റെ ഐസിന്റെ ആളുകൾ. ഐസുകാർ പിന്നെ കിറന്നാലും ഒച്ച ഉണ്ടാക്കും. അങ്ങനെ ഒച്ച ഉണ്ടാക്കി വീട്ടിന്റെ മുന്നിൽ ഫലിതാണ്. വീട്ടിന്റെ മുന്നിൽ ഐസ് കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ അവിടുത്തെ വല്യമ്മ വിളിച്ചു പറഞ്ഞു, ഇവനെ കൊണ്ടുപോകണേ അവിടുന്ന്, എൻ്റെ കുട്ടികൾ കരിയുന്ന. അപ്പൊ ഐസേരം പറഞ്ഞു, നിങ്ങളെ കുട്ടികൾ കരിഞ്ഞാലേ എൻ്റെ കുട്ടികൾ ചിരിക്കുള്ളൂ അത് എന്ന് പറഞ്ഞതുപോലെയാണ്. ചിന്തിക്ക്. അപ്പൊ എന്ത് അള്ളാഹു നിങ്ങൾ നടത്തി തരും, ഇജ്ജ് പഠിക്കണ്ട. എന്നാ നേരം വിളിച്ചാ പറയേണ്ടത്? 1 വട്ടം 2 വട്ടം, ഇനി 3 വട്ടം, ഇനി 7 വട്ടം, ഇനി 33 വട്ടം, ഇനി 100 വട്ടം ഇഖ്ലാസോടുകൂടി പറയാം. എന്ത്? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശൈനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശൈനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. يا حي يا قيوم برحمتك استغيث اصلح لي شأني كله ولا تكلني الى نفسي طرفة عين. പ്രധാനപ്പെട്ട അദ്കാറുകളിൽ മുഴുവൻ ഈ ദിക്ർ മറക്കരുത് കേട്ടോ. എൻ്റെ കൂടെ ഇതിൽ 4 കഷ്ണമുള്ളത്. അതാദ്യം മനസ്സിൽ സങ്കല്പിക്കാം, പിന്നെ എളുപ്പമാണ്, എഴുതി പഠിക്കുന്നു വേണ്ട. 1 യാ ഹയ്യു യാ ഖയ്യൂം, 2 ബിറഹ്മതിക അസ്തഗീസ്, 3 അസ്ലിഹ് ലീ ശഅനി കുല്ലഹു, 4 വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. അർത്ഥമൊക്കെ പറഞ്ഞുതരാം. 4 കണ്ടന്റ് ഉള്ളത്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അങ്ങനെ പറയാ. നീ ചേർത്ത് ഓതാണെങ്കിൽ അസ്തഗീസു. യാ ഹയ്യു, പേടിക്കണ്ട 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 പേടിക്കണ്ട. യാ ഹയ്യു യാ ഖയ്യൂം, പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട പേടിക്കണ്ട. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം برحمتك استغيث اصلح لي شأني كله ولا تكلني الى نفسي طرفة عين. പേടിക്കണ്ട, ശൈത്താൻ പായാണ്, പേടിക്കണ്ട. ശൈത്താന്റെ പാച്ചില ഇപ്പോൾ ചെല്ലിനോടത്ത് നിൽക്കാൻ കഴിയൂല, ഓൻ്റെ വെക്കാം. പേടിക്കണ്ട, ആചാര്യൊക്കെ ഇവിടെ ഉണ്ടാകണം. ആരൊക്കെ ഉണ്ടാവാന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. പേടിക്കണ്ട, ആര് പേടിക്കണ്ട, അത് ശൈത്താൻ പായാണ്, ഒരുത്തനെ തലേക്ക് കയറൂല. പേടിക്കണ്ട, അത് ഇങ്ങോട്ട് പോയിക്കോളൂ, നിങ്ങൾ പേടിക്കണ്ട. يا حي يا قيوم برحمتك استغيث اصلح لي شأني كله ولا تكلني الى نفسي طرفة عين. بسم الله الرحمن الرحيم. يا حي يا قيوم برحمتك استغيث اصلح لي شأني كله ولا تكلني الى نفسي طرفة عين. يا حي يا قيوم برحمتك استغيث
അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. ഇത് ഇന്ന് ചൊല്ലിയവർക്ക് കൈപ്പൊക്കാം. ഇത് നേരം ചൊല്ലിയവർക്ക് കൈപ്പൊക്കാം. ഒരാളുണ്ട് അൽഹംദുലില്ലാഹ്, ഒരാളുണ്ട്. ഒക്കെ 10-15 കൊല്ലം മുമ്പ് നമ്മളെ ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ട്. ബോധത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. അർത്ഥാണ് പറഞ്ഞുതരാം. യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യും ഹയ്യായ ഖയ്യൂമായിട്ടുള്ളവനെ, ബിറഹ്മതിക, നിന്റെ റഹ്മത്ത് കൊണ്ട് അസ്തഗീതു, ഞാൻ സഹായം ചോദിക്കുന്നു, എനിക്ക് നിന്റെ റഹ്മത്ത് വേണം. അസ്ലിഹ് ലീ, നീ എനിക്ക് നന്നാക്കി തരണം, ശഅനി, എന്റെ കാര്യം, കുല്ലഹു, അതെല്ലാം. എന്റെ ഏത് കാര്യം? എന്റെ എല്ലാ കാര്യം, കോടതിയിലെ കാര്യം, അദാലത്തിന്റെ കാര്യം, മാളെ കിട്ടിക്കുന്ന കാര്യം, കുല്ലഹു, അതെല്ലാം. എന്റെ ലാഭം. ആരാന്റെ മുന്നിൽ ഇസ്സത്തില്ലാതെ തല താഴ്ത്താതെ ഇസ്സത്തോടെ ജീവിക്കണം. ഇസ്സത്തോടെ ജീവിക്കണ്ടേ? ജീവിക്കണോ വേണ്ടേ? ഇസ്സത്തോടെ ജീവിക്കണോ? അല്ലാഹുവിനാണ് ഇസ്സത്ത്, വലിറസൂലിഹി വലിൽമുഅ്മിനീൻ. നമ്മൾ ഇസ്സത്തിൽ തന്നെ ജീവിക്കും. ഒരിക്കലും ഒരാൾ വിചാരിക്കേണ്ട ഇസ്സത്ത് പോകുന്നു. ഇസ്സത്തിൽ ജീവിക്കും, ഇസ്സത്തിൽ മരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. യാ ഹയ്യു യാ ഹയ്യ ഖയ്യൂം, ഹയ്യ് ഖയ്യൂമായിട്ടുള്ളവനെ. എത്ര വട്ടം അത്രയും ചൊല്ലിക്കോ. ഇതാ അസ്ബഹത്തി ഇതാ അംസൈത്തി. യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യ് ഖയ്യൂമായിട്ടുള്ളവനെ. അത് അല്ലാഹുവിന്റെ ഇസ്മുൽ അഅ്ലമാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്, ഇവിടെ പറഞ്ഞല്ലോ. പിന്നെ ബിറഹ്മതിക അസ്തഗീസ്, അവിടെ നിർത്താണെങ്കിൽ അസ്തഗീസ് അല്ലെങ്കിൽ അസ്തഗീസു. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി, വലാ തകിൽനി ഇലാ നഫ്സി, അസ്ലിഹ്, നീ നന്നാക്കി തരണം, ലീ, എനിക്ക്, ശഅനി, എന്റെ കാര്യങ്ങൾ, കുല്ലഹു, അവയെല്ലാം. പറ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു. അസ്ലിഹ് സ്വാദാണ്, അസ്ലിഹ് ഹാ അല്ല, ഹാ ആണ്. അസ്ലിഹ് ലീ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അസ്തഗീസ് സീനല്ല, സാ, 3 പുള്ളിയുള്ള സാ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. പിന്നെ അസ്ലിഹ് സ്വാദ്, സീനല്ല, സ്വാദ്. അസ്ലിഹ് ലീ, എനിക്ക് നീ നന്നാക്കി തരണം, ശഅനി, എന്റെ കാര്യങ്ങൾ, കുല്ലഹു, അവയെല്ലാം. എന്റെ എല്ലാ കാര്യം നീ നന്നാക്കി തരണം. നടത്തി തരണം എന്നല്ല പറഞ്ഞത്. എന്ത് നന്നാക്കി തരണം? ഗൾഫ് പോകലോ, നന്നാക്കി തരണം. ചിലപ്പോൾ ഗൾഫ് പോകാതിരിക്കലായിരിക്കും. പോയ അന്ന് പോലീസ് പിടിച്ചാൽ പിന്നെ 10 കൊല്ലം വിടൂല. ഗൾഫ് പോകാൻ തുറക്കണ്ട. ഇത് വരണോ? കെട്ടിച്ചു പോകാനല്ല. ഭർത്താവിന്റെ കൂടെ കടന്ന രാത്രി ഭ്രാന്തായി മരിച്ച പെണ്ണിനെ എനിക്കറിയും. എന്താ പറഞ്ഞേ? ആ പെണ്ണിനെ കെട്ടിക്കൽ ഖൈറില്ല. വാശി പിടിച്ച് കെട്ടിച്ചു. ഭർത്താവിന്റെ കൂടെ കടന്ന രാത്രി ഭ്രാന്തായി, പിറ്റേ ദിവസം തൊലാക്കല്ലേ, ഭ്രാന്തായി മരിച്ചു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഉന്നതനായ ഒരു ആലിമ് ദർസ് നടത്താൻ വേണ്ടി വലിയൊരു വാക്ക് എൻ്റെ ഉസ്താദ് കാപ്പിൽ ഉമർ മുസ്ലിയാർ കോടങ്ങാട് പള്ളിയിലെ ആ അകത്തെ പള്ളിയിലിരുന്ന് ഒരു ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഖുർആനോ ഹദീസോ എന്തോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഉപമ പറയാൻ വേണ്ടി നടന്ന ഒരു സംഭവം എനിക്ക് ഓർമ്മ വരികയാണ്. ഉസ്താദ് പറഞ്ഞു, ഒരു ആലിമുണ്ടായിരുന്നു, വലിയൊരു ബാഖിയാത്ത് സ്വാലിഹാത്തിൽ നിന്ന് റാങ്ക് ഹോൾഡറായി വന്ന് പിന്നെ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു നാട്ടുകാർ ദർസിനെ വിളിച്ചു. വലിയ കുട്ടികൾ, ജനക്കൂട്ടം. കാരണം ബാഖിയാത്ത് നിന്ന് റാങ്ക് കിട്ടി വന്ന ആളല്ലേ, അയാളെ പഠിക്കാൻ വേണ്ടി അക്കാലത്ത് ആളുകൾ മത്സരിച്ചു. അങ്ങനെ ഒരു ദിവസം കമ്മിറ്റിയും അദ്ദേഹം കൂടി ദിവസം നിശ്ചയിച്ച് അങ്ങനെ ദർസ് ഉദ്ഘാടനത്തിന് സമയം നിശ്ചയിച്ചു. ദർസ് ഉദ്ഘാടനത്തിന് സമയം നിശ്ചയിച്ചു. ആ സമയം കൂടി നിശ്ചയിച്ചപ്പോൾ ഈ പണ്ഡിതനും അയാളുടെ ബാപ്പയും കൂടി അയാളുടെ ഉസ്താദിനെ കാണാൻ പോയി. മകൻ ഹൗങ്കരയില് ഉസ്താദിന് ചെറിയൊരു ദർസാണ്, 10 കുട്ടികൾ തികയില്ല. ഇയാൾക്ക് ആദ്യത്തെ ദർസന്നെ ഇഷ്ടംപോലെ 100 കണക്കിന് കുട്ടികളാണ്. കാരണം ഇയാൾ അത്രയും വലിയ ആലിമായി ലോകം അംഗീകരിച്ചു. അയാൾ ഉസ്താദ് ഇപ്പോഴും പാവാ, അയാൾക്ക് 10 കുട്ടികൾ തികയില്ല. അങ്ങനെ ഹൗങ്കരയിൽ ബാപ്പയും മോനും കൂടി, അതായത് പണ്ഡിതന്റെ ബാപ്പയും കൂടി ഒന്നുകൊടുത്തു. കേറിയിട്ട് നേരെ ബാപ്പ ഉസ്താദിന്റെ റൂമിന്റെ അവിടെ ചെന്നു. മകൻ പണ്ഡിതന്റെ ഉളു കഴിഞ്ഞിട്ടില്ല. സലാം അലൈക്കും. വലൈക്കും സലാം. ഇപ്പൊ കൊമ്പ് മരത്തിനേക്കാളും വലിയതാകുന്ന കാലാണ്. ഉസ്താദ് പറഞ്ഞു,
കൊമ്പ് മരത്തിനേക്കാളും വലിയതായാൽ കൊമ്പിനാണ് നഷ്ടം, പെട്ടെന്ന് പൊട്ടിച്ചാടുന്നതാണ്. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഉസ്താദ് എനിക്ക് പറഞ്ഞത് ഓർമ്മ, ഉസ്താദ്മാരെ കുരുത്തക്കട വന്നിരുന്നേട്ടാ എന്നതിന് തെളിവായി പറഞ്ഞത്. ഇപ്പോൾ കൊമ്പ് മരത്തിനേക്കാളും വലിയതായ കാലാണല്ലോ എന്നാണ്. അപ്പൊ വേറെ ഉസ്താദ് പിന്നെ ആലോചിക്കണ്ടല്ലോ, കൊമ്പ് മരത്തിനേക്കാൾ വലിയതായാൽ കൊമ്പ് പൊട്ടിച്ചാടും. പറഞ്ഞു പിന്നെ വർത്താനൊക്കെ പറഞ്ഞ ആയിക്കോട്ടെ, ദർസിന്റെ കാര്യം പറഞ്ഞ് ഇത്തരം തീയതി ഉദ്ഘാടനം പിരിഞ്ഞു പോന്നു. ദർസ് ഹാളിൽ ജനങ്ങളെല്ലാം നൂറുകണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടി ദർസ് ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം നടത്തി ഒരു കിതാബ് ഓടിക്കൊടുക്കുമ്പോൾ ഒരു കുട്ടി ഒരു ചോദ്യം ചോദിച്ചു. അതിനയാൾ ബബ്ബാന്ന് പറഞ്ഞു, അയാൾക്ക് കിട്ടിയില്ല. പിന്നെ അയാൾ എന്തൊക്കെയോ പറഞ്ഞു, അപ്പോൾ ഭ്രാന്തായി മരിച്ചു. അപ്പൊ എനിക്ക് മുദരിസാക്കി തരണം, അങ്ങനെയൊന്നും ഓർക്കണ്ട. അസ്ലിഹ്ലി ശൈനി കുല്ലഹു, എന്റെ കാര്യങ്ങളെല്ലാം നീ നന്നാക്കി തരണം. അത് ഗൾഫാണെങ്കിൽ ഗൾഫ്, ഇവിടെയാണെങ്കിൽ ഇവിടെ, അവിടെയാണെങ്കിൽ അവിടെ, എന്തും നമ്മക്കറിയില്ലല്ലോ. അല്ലാമുൽ ഗുയൂബ് ആരാണ്? അല്ലാഹുവല്ലേ. കിട്ടിക്കണമെങ്കിൽ വേണ്ട, നമുക്കറിയില്ല. നീ എനിക്ക് അസ്ലിഹ്, നീ നന്നാക്കി തരണം. ലീ, എനിക്ക്, ശൈനി, എന്റെ കാര്യത്തെ, കുല്ലഹു, അതെല്ലാത്തിനെയും, എന്റെ എല്ലാ കാര്യം ഇന്നതിനില്ല, എല്ലാം ഞാനൊന്നും പറയാനില്ല, എല്ലാം അങ്ങനെ. ചന്തയിൽ ഒരുത്തം പീടിയെന്ന് വിളിച്ചറിഞ്ഞിട്ടാ, ഇവിടെ കുഞ്ഞിച്ചട്ടിണ്ട്, ഇവിടെ മണ്ണെണ്ണ പറഞ്ഞ വിളക്കുണ്ട്, ഇവിടെ പിന്നെ വലിപ്പാക്ക് വീശി കൊടുക്കണ വെസറിൻ വീശിയുണ്ട്, ഇവിടെ കയറുണ്ട്, ഇവിടെ മറ്റുണ്ട് മറിച്ചുണ്ട്, ഒക്കെ അങ്ങനെ പറഞ്ഞപ്പോ വേറെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞപ്പോ അപ്പോഴത്തെ പീഡിയക്കാരൻ മുടാതെ എറ പിടിച്ച് നിൽക്കുക. ഓൻ പറഞ്ഞു കഴിഞ്ഞപ്പോ മറ്റേ പീഡിയക്കന്മാരൻ പറഞ്ഞ് ആ പറഞ്ഞൊക്കെ പെടിയുണ്ട്. അപ്പൊ ഞാൻ എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്നതുപോലെ എന്റെ കാര്യമൊക്കെ ഇച്ചാണ് ഞാൻ നന്നാക്കി തരണം. നീ എണ്ണി പറയണ്ട. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന ഒക്കെ നന്നാക്കി തന്നതാ. ഏതും പൊട്ടിയ ക്ലാസ്സിന് പകരം പുതിയ ക്ലാസ് വാങ്ങണം, ഒക്കെ അതിൽ പെടും, എല്ലാം പെടും, എന്റെ എല്ലാ കാര്യം എനിക്ക് ഇങ്ങനെ എത്തിച്ചേരണം, എല്ലാം എനിക്ക് നടത്തി തരണം. എനിക്ക് നീ നന്നാക്കി തരണം. എന്റെ കാര്യങ്ങൾ കുല്ലഹു, അവയെല്ലാം. പിന്നെ മനസ്സിലായില്ലേ? വലാ തകിൽനി, എന്നെ നീ ഏൽപ്പിക്കരുത്. വലാ തകിൽനി ഇലാ നഫ്സി, എന്നെ നീ ഏൽപ്പിക്കരുത്. ഇലാ നഫ്സി, എന്നിലേക്ക് എന്നെ. തുറുഫത്ത ഐനിൻ, ഒരു കണ്ണ് ഇമ വെട്ടി തുറക്കുന്ന നേരം പോലും എന്റെ കാര്യങ്ങൾ കുറച്ചരച്ച് നോക്ക് എന്നോട് പറയരുത്. എന്താ പറഞ്ഞേ? തുറുഫത്ത ഐനി പറഞ്ഞാല് കണ്ണിന് ഇമ വെട്ടുന്ന നേരം എന്റെ കാര്യം ഇന്നെ ഏൽപ്പിക്കരുത്, എനിക്ക് നടക്കൂല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിച്ചു, പടച്ചോനെ ഇജ്ജിപ്പോൾ ഉറങ്ങൂല എന്നാണ് എൻ്റെ തൗഹീദ് എന്നെ പഠിപ്പിച്ചത്, ഇജ്ജിപ്പോൾ ഉറങ്ങിയാൽ എന്താ, എനിക്ക് കുറച്ചു ഉറങ്ങിക്കൂടെ? അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു പളുങ്ക് പാത്രത്തിൽ സാധനങ്ങൾ നിറച്ച് ഇരിക്കാൻ വേണ്ടി അള്ളാഹു തആല പറഞ്ഞു. അപ്പോൾ മൂസാ നബി ഒരു പളുങ്കിൻ്റെ പാത്രത്തിൽ വഹയ കിട്ടിയതുപോലെ സാധനങ്ങൾ മടിയിൽ വെച്ചിട്ട് അങ്ങനെ രാത്രി ഇരുന്നു. ഇടയിൽ മൂസാ നബി ഉറങ്ങാതെ ഇരിക്കുക. അതിനിടയിൽ മൂസാ നബി ഒരു സെക്കൻഡ് ഉറങ്ങണോട് പളുങ്ക് പാത്രം വീണാൽ പൊട്ടി. അപ്പോൾ അള്ളാഹു തആല പറഞ്ഞു, ഇതന്നെ അവസ്ഥ, എൻ്റെ ഒരു പളുങ്കേ പൊട്ടുള്ളൂ, എൻ്റെ ലോകാകെ പൊട്ടു, അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങാത്തത്. മനസ്സിലായ പറഞ്ഞത് തന്നെ. വലാ തകിൽനി, നീ എന്നെ ഏൽപ്പിക്കരുത്, എന്നെ നീ ഏൽപ്പിക്കരുത്. ഇലാ നഫ്സി, എന്റെ നഫ്സിലേക്ക്. തുറുഫത്ത ഐനിൻ, ഒരു കണ്ണിന്റെ ഇമ വെട്ടുന്ന നേരം പോലും എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കരുത്. നീ ഏൽപ്പിച്ച മൂസാ നബിന്റെ അത് പൊട്ടിച്ചാടും, എന്റെ കാര്യമൊക്കെ ചേർത്തി തന്നും എല്ലാം. എന്താ അതിന്റെ ഉപമ? എന്താണ് ആ പറഞ്ഞ വാക്കിന്റെ ഒക്കെ ആഴം? ഒന്നുകൂടി. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. ഈ മജ്ലിസിൽ ഒരാളുണ്ട്, ഞാൻ എപ്പോഴാണ് കണ്ടത്. അദ്ദേഹം ഖത്തറിൽ ജോലി ചെയ്യുന്നു. കഴിഞ്ഞ ഒരു 8-10 ദിവസം മുമ്പ് അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചു, ഉസ്താദേ ഞാൻ ഖത്തറിൽ നിന്ന് ജോലി ഒഴിവാക്കി പോന്നാലോ? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇസ്തിഖാറത്ത് ചെയ്ത് നോക്കി എന്താണോ തോന്നുന്നത് അതവിടെ ചെയ്താളി.
അങ്ങനെ അദ്ദേഹം ജോലി ഒഴിവാക്കി പോന്നു. ഇനി ഇവിടെയാണ്. ജോലി ഉണ്ടോ? ഇല്ല. എന്താ ജോലി? ഒന്നുമില്ല. അത്തരം ആളുകൾ കാര്യം നടത്തും. അവർക്കൊരു കൊല്ലമായിട്ടുള്ളൂ. ഇപ്പൊ പെണ്ണുങ്ങളെ കണ്ടിഞ്ഞ് 2 മാസം 4 മാസം 5 മാസം 10 മാസം ചെറിയ എന്തോ ജോലി ഉണ്ടായി. ആ ജോലി അങ്ങനെ ഒപ്പിച്ചു പോയി. അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ എടുത്തു, അവിടെ ഇവിടെ കൂടി ചിലവൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയി. അപ്പോഴത്തിന് പിന്നൊരു വിഷയം വന്നു. അപ്പൊ പിന്നെ ഒരു കൊല്ലത്തിന് ഗൾഫ് പോയി. പെണ്ണുങ്ങളെ മുഖം മറക്കണപ്പോൾ തിരിച്ചിങ്ങടനെ വന്നു. കാര്യം നടത്തി. അല്ലാഹു. മറ്റോൻ എൻ്റെ ജോലി പോയാൽ പിന്നെ പുരയിൽ പോയി കുത്തിരുന്നാൽ പിന്നെ അയൽവാസിയായ പാത്തുമ്മ എൻ്റെ പെണ്ണുങ്ങളെ കളിയാക്കിയാൽ അതിനെനിക്ക് കളിയാക്കിയ ഓൾക്ക് ഇവിടെ നിൽക്കാം, അനക്ക് അവിടെ നിൽക്കാം. ആ കളിയാക്കൽ നടക്കും, വേറൊന്നും നടക്കൂല. മനസ്സിലായി? പേടിയും പേടിക്കണ്ട. ആരെ ഏൽപ്പിക്ക്? വലാത്തക്കിൽ നീ എന്നെ ഏൽപ്പിക്കരുത്, ഇലാ നഫ്സി, എൻ്റെ നഫ്സിലേക്ക് ഏൽപ്പിക്കരുത്. കുറച്ചു കാലം ഞാൻ ഇത്രയും കാലമൊക്കെ 10, 50, 58 വയസ്സ് ഞാൻ എന്നെ നോക്കിയില്ലേ, നീ കുറച്ച് എൻ്റെ കരിജനെ നോക്ക് എന്ന് എന്നോട് എത്ര നേരം പോലും ഏൽപ്പിക്കരുത്. തൊറുഫത്തായന് ഒരു കണ്ണിന് ഇമ വെട്ടുന്ന നേരം പോലും എൻ്റെ കാര്യം നീ ഇന്നെ ഏൽപ്പിക്കരുത്. ഞാൻ ഏൽപ്പിച്ച പൊട്ടി ജിന്റെ കാര്യം ഇജ്ജ് നോക്കണോണ്ടാണ് നടന്നോട്. മനസ്സിലായില്ലേ? അർത്ഥം മനസ്സിലായല്ലോ? ഞാൻ നമുക്ക് അത് മനസ്സിൽ ഹാജരാക്കിയിട്ട് നിൽക്കലെല്ലണം. അള്ളാനെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ചെല്ലണം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീർ അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. മനസ്സിലായി? താ അല്ല, തുർഫത്ത്. യാ ഹയ്യു യാ ഖയ്യൂം برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. يا حي يا قيوم أصلح برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. ولا تكلني كاف ولا تكلني إلى نفسي طرفة عين. ഞാൻ ചൊല്ലാതെ നിങ്ങൾ ഉറക്ക 3 വട്ടം. ഇനി 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന്, ഇത് മുത്തുനബി ആരോട് പറഞ്ഞതാണ്? സ്വന്തം മകൾ ഫാത്തിമയോട്. ഒരു കാര്യത്തിന് പേടിക്കണ്ട ഫാത്തിമ, അത് ചെല്ലിയ പോലെ ഫാത്തിമാന്ന് രാവിലെയും വൈകുന്നേരം ആയിട്ടില്ല, എത്ര കുട്ടികൾ നന്നു, നിങ്ങൾ ഇഷ്ടം പോലെ. 2, ഇത് പറയാൻ വേണ്ടി മഹാപണ്ഡിതനായ ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു ആദ്യം പറയുന്നത് വഖദ് വറദ അന്നഹുൽ ഇസ്മുല്ലാഹിൽ അഅളം. ഇത് അല്ലാഹു തആലാന്റെ ഇസ്മുൽ അഅളമാണ്. ഏത്? യാ ഹയ്യു യാ ഖയ്യൂം എന്ന് മനസ്സിൽ കൊണ്ടുവരിക. 2 കാര്യം കൊണ്ടുവരിക. സ്വന്തം മകളെ കാര്യം നിവർത്തിക്കാൻ വേണ്ടി മുത്തുനബി ആരോട് പറഞ്ഞതാണ്? തൻ്റെ കരളിൻ്റെ കഷ്ണത്തായ ഫാത്തിമയോട് പറഞ്ഞതാണ്. 1. 2, ഇത് നമ്മെ പഠിപ്പിച്ച പണ്ഡിതൻ പറഞ്ഞത് ഇത് പറയുന്നതിന് മുമ്പ് ഇതെന്താണ്? ഇസ്മുൽ ആളമാണെന്ന്. ഇസ്മുൽ ആളം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, ഇനി അതിൻ്റെ മേലെ ഒന്നുമില്ല. ഇസ്മുൽ ആളമാണ്, അതിൻ്റെ മേലെ ഒന്നുമില്ല. മനസ്സിലായില്ലേ? മനസ്സിരുത്തണം. മനസ്സ് റബ്ബിനോട് കൊടുക്കണം. എൻ്റെ കാര്യം നടത്തും എൻ്റെ അല്ലാഹ്. എന്തിനാ പേടിക്കണത്? അവസാനിപ്പിക്കുകയാണ്. 3 വട്ടം കൂടെ ഒന്നിച്ച്. ഇനി ആർക്കെങ്കിലും പദങ്ങൾ മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ ഉസ്താദുമാരുണ്ട്, അവരോടൊന്ന് എഴുതി തരാൻ പറഞ്ഞാൽ മതി. കുട്ടികളുണ്ട്, അവരും എഴുതി തരും. ഒന്ന് ഉസ്താദുമാരെ കാണിക്കുക. നീ കുട്ടികളെ എഴുതി തന്നാൽ തന്നെ ഉസ്താദുമാരെ കാണിച്ച് ഒന്ന് ക്ലിയർ ആക്കുക. അല്ലെങ്കിൽ ഉസ്താദുമാരോട് പറഞ്ഞാൽ മതി. അറിയാത്തവരുണ്ടെങ്കിൽ ഇതറിയാതെ ഒന്നുമില്ല, സാധാരണ അക്ഷരങ്ങളാണ്.
മനസ്സിലായില്ലേ? ഇദാ അസ്ബഹതി വഇദാ അംസൈതി മാ മനഅകി അൻ തസ്മഇയ മാ ഉസീക ബിഹി വതഖൂലീന ഇദാ അസ്ബഹതി വഇദാ അംസൈതി. എൻ്റെ ഫാത്തിമ, ഞാൻ നിന്നോട് വസിയത്ത് ചെയ്തത് രാവിലെയും വൈകുന്നേരവും ഞാൻ ചെല്ലിയ പോലെ എന്ത് തടസ്സമുള്ളത്? എന്താണ്? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. പഠിച്ചതിന്റെ ഉപകാരത്തിന് വേണ്ടി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് فاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവർക്കും ഇത് ചൊല്ലാൻ വേണ്ടി ഉസ്താദ് എന്ന നിലയിൽ ഞാൻ സമ്മതം തന്നിരിക്കുന്നു. രാവിലെയും വൈകുന്നേരം ആരോട് അവനാൻ്റെ പായരം പോയി പറയരുത്. ആരോട് പറയാം? ഇത് പറഞ്ഞാൽ തീരുന്ന പ്രശ്നം ഒരാൾക്കുള്ളൂ. ആര് പറഞ്ഞു? മുത്ത് റസൂലുള്ള. ആരോട് പറഞ്ഞു? സ്വന്തം മകൾ ഫാത്തിമ. എന്ത് കാര്യങ്ങളെല്ലാം ഷഅനി കുല്ലഹു, എൻ്റെ എല്ലാ കാര്യം. അതിനാണ് അള്ളാഹു, ഇതിനാണ് ഈമാൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇലാ ഹദ്റത്തിൽ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ.